കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ എന്താ അവകാശമുള്ളത് അടയ്ക്കണ്ടെന്ന് പറയാൻ? സുരേന്ദ്രനെ അടക്കം. സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, നാഷണൽ ഗവൺമെൻറ്. ഇത് ഔദാര്യമൊന്നുമല്ല. ഒരു സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. ആ സഹായിക്കണം. ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അവർ പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ BJP ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ, ഉത്തരാഖണ്ഡിനെ, UP എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. കേരളത്തിനത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയതാണ്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ 50 കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവൺമെൻറ്റിനോട്, ഇവിടെ ഭരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ, ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ? ഇത്രയും നാളായിട്ട് എത്ര നാൾ മുമ്പ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്നുപോയതാ? ഇനി എന്നിട്ട് ഒരു 1.5 മാസം പോലും ബാക്കിയില്ലാത്ത ഈ സമയത്ത് ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് ഈ പൈസ വരുമ്പോൾ എന്നായിരിക്കും ഇത് വരുന്നത്? എത്ര ദിവസം ഉണ്ടാവും ഇത് നടപ്പാക്കാൻ? അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല. ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള മാന്യതയും പുലർത്താതെ പൂർണ്ണമായ അവഗണന മാത്രമല്ല, ഇതിലൊരു പരിഹാസമുണ്ട്, ഒരു കളിയാക്കലുണ്ട്. ഇത്രയൊക്കെ മതി നിങ്ങൾക്കെന്ന്. അത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തമായ നിലപാടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഈ പദ്ധതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് പണം കൈമാറിയതെന്ന് പാലക്കാട് ചിറ്റൂരിലെ വീട്ടമ്മമാർ പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ PA-ക്കെതിരെയാണ് ആരോപണം. അത് ആരാണെങ്കിലും അത് അന്വേഷിക്കുന്നതാണ്. പക്ഷേ 2 രീതിയിലുണ്ട്. പലരും ഇത് ശരിയാണ് എന്ന് വിചാരിച്ചൊരു നല്ല പ്രോജക്റ്റാണ് എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ഈ പരിപാടി നടത്തിയിരിക്കുന്നവർ ഇതൊരു നല്ല സംരംഭമാണ്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ചെയ്തവരും തമ്മിലുള്ള വ്യത്യാസം 2 അവർ ഒരാളെയും ചതിക്കാൻ കൂട്ടുന്നതല്ല, ചീറ്റിംഗ് അല്ല. അപ്പോൾ അത് ഏതാണ്? തട്ടിപ്പാണോ, ചതിയാണോ, അല്ലെ ഇതൊരു നല്ല പരിപാടിയാണോ എന്ന് വിചാരിച്ച് ഇതുമായി സഹകരിച്ചാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം. കാരണം നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. അവരൊന്നും കുറ്റക്കാരാക്കി. ഇപ്പോൾ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കാരണവശാലും സർക്കാർ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം തട്ടിപ്പുകാരനാണോ? അദ്ദേഹം എത്ര ക്രെഡിബിലിറ്റിയുള്ള ഒരു ജഡ്ജാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന, നിയമലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. എത്ര ലാഘവത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസെടുത്തത്. അദ്ദേഹം ആരെങ്കിലും പറ്റിച്ചോ, ആരെങ്കിലും ചതിച്ചോ, എന്തെങ്കിലും തട്ടിപ്പ് നടത്തി? അത് ശരിയല്ല ഗവൺമെന്റ് കാണിക്കുന്നത്. സർക്കാർ പദ്ധതിയാണെന്ന് പറഞ്ഞൊക്കെ പണം കൈപ്പറ്റി എന്നുള്ളതാണ് മന്ത്രിയുടെ PA. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ തട്ടിപ്പ് സർക്കാർ പദ്ധതിയാണ്. തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർക്കെതിരെ, അദ്ദേഹം അഡ്വൈസറാണ്, അല്ലെങ്കിൽ അതിന് നിയമോപദേഷ്ടാവാണെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾക്കെതിരെ കേസെടുത്തത് ശരിയല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്.